ഹായ് ഗായ്സ്, ഈ ഒരു വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് സൺസ്ക്രീനിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. സൺസ്ക്രീൻ അറിയാലോ, നമുക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. അതിപ്പോൾ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ച് മതിയാകും കേട്ടോ. മാക്സിമം നമുക്ക് SPF 13 ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം നല്ല ചൂടുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതലായിട്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് SPF 13 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് മസ്റ്റായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഒരു 15 20 ഒക്കെ ഉണ്ട്. അതല്ല നമുക്ക് വേണ്ടത് 13 അല്ലെങ്കിൽ 15 50 ഓക്കെ 30 അല്ലെങ്കിൽ 50 ഈ റേഞ്ചിലുള്ള SPF അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ഹോം മെയ്ഡ് സൺസ്ക്രീന് SPF 13 അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മിക്ക കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. 1-2 കാര്യം മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കത് വെച്ചുകൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള DIY സൺസ്ക്രീൻ എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ തയ്യാറാക്കി സെയിലാക്കുന്ന നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഒരു ഫേസ് മോയ്സ്ചറൈസറാണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മേടിച്ച കസ്റ്റമർ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണുന്ന സ്പൂണിൽ 1 സ്പൂണോളം നമ്മുടെ ഈ ഒരു ഫേസ് മോയ്സ്ചറൈസർ ക്രീം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫേസ് മോയ്സ്ചറൈസറിനകത്ത് ഞാൻ മെയിൻലി നമ്മുടെ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആൽമണ്ട് ഓയിലിനകത്ത് ഏകദേശം SPF റേറ്റ് എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. അതുപോലെ തന്നെ ഷിയ ബട്ടറിനകത്ത് നമുക്ക് 4 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 9 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫേസ് മോയ്സ്ചറൈസർ മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനീസിലാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിനകത്തേക്ക് അങ്ങ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അളെന്ന് പറയുന്നത് നമ്മുടെ ടാൽക്കം പൗഡറാണ്. ടാൽക്കം പൗഡർ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബേബി പൗഡറാണ്. നമ്മൾ ഈ ഒരു പൗഡറിനകത്ത് സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ബേബി പൗഡറിനകത്ത് 10% സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 ടീസ്പൂണോളം നമുക്ക് ഈ ഒരു പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. കുഞ്ഞു ടീസ്പൂണിൽ 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂണിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൗഡറിനകത്ത് സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൗഡർ വേറെ ഏതെങ്കിലും പൗഡർ ഉപയോഗിച്ചിട്ട് പക്ഷേ ഞാൻ കുറേ നോക്കിയായിരുന്നു, നമ്മുടെ പോൺസിനകത്തും അതുപോലെ തന്നെ വേറെ ഇതിനൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തൊന്നും സിങ്ക് ഓക്സൈഡ് ഞാൻ കണ്ടില്ല. ഈ ഒരു ബേബി പൗഡറിനകത്താണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ട് ബേബി പൗഡർ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സിങ്ക് ഓക്സൈഡ് ചേർക്കണമെങ്കിൽ ഇതിനകത്തേക്ക് അങ്ങനെയും ചേർക്കുക കേട്ടോ. ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് ചേർക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ ഒറിജിനൽ നമ്മൾ കോൾഡ് പ്രസ് അൺറീഫൈൻഡ് ആണ്. റീഫൈൻഡ് ചെയ്ത ഓയിലല്ല, അൺറീഫൈൻഡ് ആണ്. അത് ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാസ്റ്റർ ഓയിലിൻ്റെ SPF എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ, 6 ആണ്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. മിക്സ് ആക്കുമ്പോൾ നമുക്ക് എൻ്റെ ഫേസ് മോയ്സ്ചറൈസർ കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അല്പം ടോണർ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഗ്രീൻ ടീയുടെ ടോണർ ഒഴിക്കുന്നത്. ഗ്രീൻ ടീനകത്തും SPF അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നിർബന്ധമില്ല, ഈ ഒരു ടോണർ നിർബന്ധമില്ല. കാരണം നിങ്ങളുടെ ഫേസ് മോയ്സ്ചറൈസർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഒരു ഫേസ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്തേക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടോണർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണർ ഈ റോസ് വാട്ടറിൻ്റെ ടോണർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. കുറച്ച് മതിയാവും, നമുക്ക് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റോസ് വാട്ടർ കൂടെ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നോർമൽ ആലോവേര ജെല്ലാണ്. അതും ഞാൻ സെയിലാക്കുന്ന ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ചേർത്തിട്ടുള്ള നോർമൽ ആലോവേര ജെല്ല്. അതിവിടെ ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആലോവേര ജെല്ലിനകത്തുള്ള SPF റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 14-16 വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി അങ്ങ് ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് സൺസ്ക്രീൻ റെഡി. ചിലർ ചോദിക്കാം, ഈ ഒരു കാസ്റ്റർ ഓയിലിന് പകരം ക്യാരറ്റ് ഓയിൽ ചേർത്തോട്ടെ എന്ന്. ക്യാരറ്റ് ഓയിൽ ഞാൻ മുന്നേ ഒരു കുങ്കിലും വെച്ചിട്ടൊരു സൺസ്ക്രീൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ ക്യാരറ്റ് ഓയിലല്ല, ക്യാരറ്റ് സീഡ് ഓയിൽ SPF 13 to 35 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതൊരു സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നാണ് പറയുന്നത് കേട്ടോ. റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇല്ലയെന്നാണ് കിട്ടിയ ആൻസർ. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് ഓയിൽ
ഓയിൽ വലിയ കാര്യമില്ല. ഈ ഒരു കാസ്റ്റർ ഓയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇതിനകത്തേക്ക് 6ഓളം SPF റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ചേരുവാണെങ്കിൽ, ഫേസിൽ ചേരുവാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇതിനകത്തേക്ക് ചേർക്കാം. കോക്കനട്ട് ഓയിലിനകത്ത് 8 അടങ്ങിയിട്ടുണ്ട് SPF. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഓയിലിന് ഒരു ഓപ്ഷൻ എന്ന് പറയാനായിട്ട്. ബാക്കി പറഞ്ഞ പോലെ ഗ്രീൻ ടീയുടെ ടോണർ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോം മെയ്ഡ് സൺസ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് തന്നെ വെക്കാം കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കാം. ഒരു മാസമൊക്കെ നമ്മളിത് ഉണ്ടാക്കി വെച്ചത് ഒരു മാസമൊക്കെ നിൽക്കും കേട്ടോ, കേടൊന്നും വരത്തില്ല. എങ്കിൽ കൂടി നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഒരാഴ്ചക്കുള്ളതോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്കുള്ളതോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കാം. ഡാർക്ക് പ്ലേസിൽ വെക്കാം കേട്ടോ, നമ്മുടെ സൺലൈറ്റ് ഒന്നും കിട്ടാത്ത വിധത്തിലുള്ള നല്ല ഡാർക്ക് പ്ലേസിൽ വെക്കാം. എന്നിട്ട് ഈ പറഞ്ഞോളൂ, നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും അപ്ലൈ ചെയ്യാം, വീട്ടിലിരിക്കുവാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊന്നും അബ്സോർവ് ആവില്ല. നമ്മൾ മസാജ് ചെയ്ത് കൊടുത്ത് തന്നെ വേണം ഇത് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് അബ്സോർവ് ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പാച്ച് പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്തോറും അത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ വേണം. അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക്, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇറങ്ങിയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.